ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ കണ്ടു 2024. നമ്മൾ എക്സ്പെക്ട് ചെയ്ത കുറേ സിനിമകളൊക്കെ, പ്രത്യേകിച്ച് വലിയ വലിയ ആക്ടേഴ്സിൻ്റെ പല സിനിമകളും വലിയ ഫ്ലോപ്പായിട്ട് മാറിയ സമയത്ത് ചെറിയ കുറേ സിനിമകളായിരുന്നു 2024 വൻ ഹിറ്റ് അടിച്ചതും. പ്രത്യേകിച്ച് മലയാള സിനിമയിലൊക്കെ ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ ഇറങ്ങുന്നുണ്ട്. സോ ഇതേപോലെ തന്നെ ആവട്ടെ 2025 നമുക്ക് പ്രതീക്ഷിക്കാം. സോ എനിക്ക് പേഴ്സണലി ഈ വർഷം അല്ലെങ്കിൽ 2025 ഇറങ്ങാനിരിക്കുന്ന സിനിമകൾ വെച്ച് തന്നെ ഏറ്റവും അധികം ആൻറ്റിസിപ്പേഷനുള്ള അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെക്ടേഷനുള്ള കുറച്ച് സിനിമകളാണ് ഈ ഒരു വീഡിയോയിൽ. ഇതേപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ സീരീസുകളുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ചിലപ്പോൾ ലെങ്ത് ആവും. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ വീഡിയോ ചെയ്യും. സോ 2025 ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് സിനിമകൾ. സോ നമുക്ക് ഇന്ത്യൻ സിനിമകളിൽ തന്നെ ആദ്യം തുടങ്ങാം. ആദ്യത്തെ എമ്പുരാൻ മാർച്ചിലാണ് പടം ഇറങ്ങാനിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊല്ലം മലയാളത്തിൽ നിന്ന് ഇതല്ലാണ്ട് വേറെ കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പടങ്ങളിൽ നിന്നാണ് എമ്പുരാൻ. കാരണം ഇത് ഒരു കിടിക്കാച്ച സംഭവമായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. ദെൻ കുറേ സോംബി പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ സോംബി പടങ്ങളായിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ ആദ്യത്തെ ഒന്നുമല്ല, മലയാളത്തിലെ ആദ്യത്തെ. സോ ഇത് തന്നെ വല, ജാംബി, മഞ്ചേശ്വരം മാഫിയ എന്ന് പറഞ്ഞ 2-3 സിനിമകളൊക്കെ അടുപ്പിച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ ഉള്ള സിനിമകളാണ്. കാരണം ഈ ഒരു ജോണർ, ദെൻ ഈ ഒരു ജോണർ എന്നല്ല, ഈ ഒരു സൈഫൈ ജോണർ തന്നെ മലയാളത്തിൽ അധികം വരാറില്ല. നമ്മളിപ്പോൾ കുറച്ച് സിനിമകളായിട്ട് നമ്മൾ കാണാറുള്ളൂ. പ്രത്യേകിച്ച് സോംബി പടങ്ങളൊന്നും തീരെ, ഏത് കാലത്താണ് നമ്മുടെ മറ്റു ഭാഷയിലുള്ള ഇപ്പോൾ കൊറിയനോ ജപ്പാനീസോ അല്ലെങ്കിൽ മറ്റ് ഹോളിവുഡ് സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ സോംബി എന്നുള്ള ജോണറൊക്കെ ഈ നടക്കില്ല, മലയാളത്തിൽ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു വർഷം തന്നെ 2-3 പടങ്ങൾ ഒരുമിച്ച് അനൗൺസ് ചെയ്ത് ഒരുമിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. സോ ഒരു ആസ് ആൻ ഇൻഡസ്ട്രി നമ്മുടെ ആ ഒരു ടേൺ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ചേഞ്ച് ബാക്കിയുള്ളവർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളതൊക്കെ ഞാൻ വെറുതെ എന്തെങ്കിലും ജോണർ ട്രൈ ചെയ്യണമെന്നല്ല വിചാരിച്ചിറക്കണതല്ല. നമ്മളെ ഓഡിയൻസിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, നമ്മളെ പ്രേക്ഷകർ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ പടങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാവും ഈ സിനിമകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ മറ്റൊന്ന് മമ്മൂക്ക, മോഹൻലാൽ, മഹേഷ് നാരായണൻ പ്രൊജക്ട് ഉണ്ട്. ഈ സിനിമയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ആ ഒരു ബിഗ് ഗംസ് വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒന്നാണ്. ദെൻ തമിഴിൽ രചന ചിത്രം കൂലിയുണ്ട്. അത് വെറുതെ മറ്റൊരു രചന ചിത്രം എന്നുള്ളതല്ല, ലോകേഷ് കനകരാജ് സംവിധാനിച്ച സിനിമയാണ്. ഇതൊരു LCU അല്ലാത്തൊരു സിനിമയാണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണെന്നൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ LCU കണക്ഷൻസ് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഇതിൻ്റെ ആ ഒരു കാസ്റ്റ് ലിസ്റ്റും ലോകേഷ് കനകരാജ് എങ്ങനെയായിരിക്കും, നമ്മുടെ പേട്ടയിൽ എങ്ങനെയാണ് കാർത്തിക് സുബ്രാജ് യൂസ് ചെയ്ത പോലെ തന്നെ രജനീകാന്തിൻ്റെ ആ ഒരു സ്റ്റാർഡും ഉണ്ടല്ലോ, അതെങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്നു ഈ ഒരു വർഷം. ആൻഡ് ഈ തലൈവർ ചിത്രത്തിൽ എങ്ങനെയാണോ എക്സ്പെക്ടേഷൻ, അതേപോലെ തന്നെയാണ് കമൽഹാസൻ്റെ ഒരു സിനിമ കൂടി പുറത്തിറങ്ങുന്നുണ്ട് ഈ വർഷം തന്നെ, തഗ് ലൈഫ്. അത് ഇപ്പോൾ രജനി ലോകേഷ് കോംബോ വരുന്ന പോലെ തന്നെ കമൽഹാസൻ മണിരത്നം കോംബോ നമ്മൾ പണ്ട് കണ്ടതാണ്. ആ കോംബോ എത്രത്തോളം ഗംഭീരമാണെന്ന് നമുക്കറിയാം. അത് വീണ്ടും വന്നിരിക്കുന്നുള്ളത് ഈ വർഷത്തെ ഏറ്റവും അധികം ഹൈപ്പ് കൂട്ടുന്ന തമിഴ് സിനിമകൾ ഒന്നായിട്ട് അതുകൊണ്ട് തന്നെ തഗ് ലൈഫിന് മാറ്റും. തഗ് ലൈഫിൽ കമൽഹാസൻ മാത്രമല്ല വലിയൊരു കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട്. ദെൻ 2 തലച്ചിത്രങ്ങളും പുറത്തിറങ്ങുന്നുണ്ട് 2025. നമ്മൾ കഴിഞ്ഞ വർഷം തലച്ചിത്രങ്ങൾ നമ്മൾ കണ്ടില്ല, വിടാമ കുറിച്ച് ഞാൻ ഗുഡ് ബാഡ് അഗ്ലി. പക്ഷേ ഏത് കാലത്ത് ഇറങ്ങുന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയില്ല, കാരണം തലപ്പടങ്ങളാണ്, ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടേയിരിക്കും. ഒന്നാമത് ഈ ചങ്ങായി വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലും പോകുന്ന കാര്യം. പക്ഷേ ഈ പടത്തിനൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇറങ്ങുന്ന ഉറപ്പുണ്ട്. വിടാമ കുറിച്ചിൻ്റെ കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ലെങ്കിലും ഈ ഗുഡ് ബാഡ് അഗ്ലി ഉറപ്പായിട്ടും ഏപ്രിലിൽ തന്നെ പുറത്തിറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ വിടാമൂർച്ചയുടെ പോലെ തന്നെ റിലീസ് ഡേറ്റ് അടുക്കുന്നതോറും അതും പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ഒറ്റ വർഷം തന്നെ 2 തലച്ചിത്രങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. then ഇതേപോലെ തന്നെ റെട്രോ സൂര്യപടം, ഗംഗുയുടെ ഒരു വലിയ ഫോളോ നമ്മൾ കണ്ടതാണ്. എവിടെ പോയിട്ട് എങ്ങനെ ഇരുന്ന മനുഷ്യനാണെന്ന് നമുക്കറിയാം. ആ ആളെ ആ ഒരു പീക്ക് ലെവലിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാർത്തിക് സുബ്രാജ് സൂര്യ കോംബോ ആദ്യമായിട്ടാണ് നടക്കുന്നത്. സോ ഭയങ്കര അത് എക്സ്പെക്ടേഷൻ സിനിമകളിലൊന്നാണ് റെട്രോ. ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ലുക്കും ഇതിൻ്റെ ആ ഒരു ടീസർ പോളി സാധനമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. ആസ് എ സൂര്യ ഫാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദെൻ തളപതി 69 ഇതിന് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല. സോ ഒരു വർഷം തന്നെ വിജയ് ചിത്രം, രജനി, സൂര്യ ചിത്രം, 2 തലച്ചിത്രം, കമൽഹാസൻ ചിത്രം, ഇതെല്ലാം കൂടി ഒരുമിച്ച് വരാൻ പോകുന്നു. സോ തമിഴ് സിനിമയ്ക്ക് ഒരുപക്ഷെ ഇതെല്ലാം നല്ല രീതിക്ക് വർക്കാവുന്ന സിനിമകളാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നാവാൻ ചാൻസ് ഉണ്ട് ഈ 2025. എല്ലാം നല്ല പടങ്ങളാണോ അല്ലെങ്കിൽ കാര്യമില്ല, പടം മോശമാണെങ്കിൽ ആൾക്കാർ പിറ്റേ ദിവസം വരില്ല. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കുറേ കണ്ടു, സെക്കൻഡ് കളക്ഷനേ ഇല്ല, പടം തിയേറ്ററിലൊരു മനുഷ്യമില്ല എന്നൊക്കെ കുറേ സിനിമ നമുക്ക് കാണിച്ചു തന്നു. സോ ഇതെല്ലാം തന്നെ നല്ല സിനിമയായിട്ടൊന്നും പ്രതീക്ഷിക്കാം. ദെൻ തളപതി 69 മറ്റൊരു കാര്യങ്ങളൊന്ന് അവർ എറ തന്നെ തീരെയാണ് അവസാനത്തെ സിനിമ എന്നൊക്കെയാണ് പറയുന്നത് വിജയുടെ. പക്ഷെ മൂപ്പര് പടം നിർത്തരുത് എന്നാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. സോ നമുക്കറിയില്ല, കണ്ടു നോക്കാം. സോ അവസാനത്തെ പടം അതിന് കിട്ടാവുന്ന ഹൈപ്പ് ചെറുതൊന്നായിരിക്കില്ല. ഒരുപക്ഷെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ കിട്ടുന്നതോ അല്ലെങ്കിൽ ഏറ്റവും അധികം ഹൈപ്പ് കൂടിയതോ ഫസ്റ്റ് ഫാൻ ഷോസ് തന്നെ ചിലപ്പോൾ എല്ലാ തിയേറ്ററിലും നിറച്ച് വെക്കാവുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും ഈ തളപതി 69 എന്നുള്ളത് തീർച്ചയാണ്. അതേപോലെ തന്നെ തനി ഒരുവിൻ്റെ സെക്കൻഡ് പാർട്ടി വർഷം ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. അത് കുറച്ച് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പടമാണ്. അത് അനൗൺസ് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ആ സിദ്ധാർത്ഥ അഭിമന്യു എന്ന് പറയുന്ന ഒരു ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടർ അത് പൊളിയായിരുന്നു. സോ അതേപോലത്തെ കിഡിലിന് ഒരു ആൻറ്റഗോണിസ്റ്റ് കിട്ടണം തനി ഒരു സെക്കൻഡ് പാർട്ടിന്. ദെൻ യാഷ് ചിത്രമായ ടോക്സിക്, ഈ KGF കഴിഞ്ഞിട്ട് ഈ ചങ്ങനെ കണ്ടിട്ടേ ഇല്ല.
അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ചങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷേ ഈ പ്രഭാസിനെ പറ്റിയ പോലെ തന്നെയാണോ ഇനി യാഷിന് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഈ സിനിമയിൽ നമുക്ക് അറിയുള്ളൂ. കാരണം ബാഹുബലി പോലുള്ളൊരു വലിയ സിനിമ കഴിഞ്ഞിട്ട് പ്രഭാസിന് എന്താ പറ്റിയത് നമുക്കറിയാം. കിട്ടുന്ന വലിയ വലിയ ബഡ്ജറ്റുള്ള സിനിമകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പടപടാന്ന് ഉപരി പടങ്ങൾ ഇറങ്ങി, അതൊക്കെ പടക്കങ്ങളായിരുന്നു. ഇതേപോലെ തന്നെ യാഷിൻ്റെ കാര്യം നോക്കാം. സോ ടോക്സിക് ഈ വർഷം തന്നെയാണ് പുറത്തിറങ്ങുന്നത്. റിലീസ് ഡേറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. ദെൻ വാറിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ വാർ 2 നമ്മുടെ യാഷ് രാജിൻ്റെ അല്ലെങ്കിൽ സ്പൈ യൂണിവേഴ്സിലെ അടുത്ത പടമാണ്. ഇതിൻ്റെ ഒരു ടീസർ പോലത്തെ ഒരു സാധനം കഴിഞ്ഞ ടൈഗറിലോ ഏതൊരു പടത്തിൻ്റെ അവസാനം കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനടുത്തത് കാന്താരയുടെ പ്രീക്വൽ കാന്താര എ ലെജൻഡ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പോസ്റ്റർ തന്നെ ഭയങ്കര അധികം ഇമ്പ്രസീവ് ആണ്. ബാക്കിയുള്ളതൊക്കെ നോൺ ഇന്ത്യൻ സിനിമകളാണ്, ഹോളിവുഡ് സിനിമകളും മറ്റ് കൊറിയൻ ജപ്പാനീസ് അങ്ങനത്തെ സിനിമകളൊക്കെ തന്നെ. അതിൽ തന്നെ ആനിമീസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ആനിമി ഫിലിംസിൻ്റെ അനൗൺസ്മെൻറ്റ് അധികം കണ്ടില്ല. ദെൻ മാർവലിലെ 2 സിനിമകൾ ഒരുമിച്ച് ഇറക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ചിത്രം ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ തണ്ടർ ബോൾട്സ്. ഈ 2 സിനിമകളും കുറച്ചൊക്കെ എക്സ്പെക്ടേഷനുള്ളതാണ്. കാരണം ആ ഒരു പുതിയ ഫേസാണ്, എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ല. ട്രെയിലറൊക്കെ വലിയ കുഴപ്പമില്ലായതായിരുന്നു. പക്ഷേ കത്തി സാധനമാവാതെ നല്ല പടങ്ങളായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ട്. മാർവൽ DC സാധനങ്ങളായതുകൊണ്ട് തന്നെ DC ഇതുപോലെ തന്നെ നമുക്ക് സൂപ്പർമാൻ ഇറങ്ങുന്നുണ്ട്. സോ അതിന് ട്രെയിലർ ഗംഭീരമായിരുന്നു. കമ്പയർ ടു മാർവൽ മറ്റ് സിനിമകളൊക്കെ തന്നെ ഇതിനു മുമ്പ് ഇറങ്ങിയ മറ്റ് മാർവൽ സിനിമകൾ പോലെ തന്നെ ആയിരുന്നു മാർവൽ സ്ഥിരം ആ ഒരു ടെംപ്ലേറ്റിലുള്ളത്. പക്ഷേ DCയുടെ ജെയിംസ് ഗൺ വന്നിട്ടുള്ള ആദ്യത്തെ ചിത്രമാണ്. സോ അതിൻ്റെ എക്സ്പെക്ടേഷൻ ഉണ്ട്. തന്നെ ആ സൂപ്പർമാൻ്റെ ഒരു നോർമൽ മൂപ്പരെടുക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റ് DC സിനിമകൾ പോലെയല്ലേ മൂപ്പരെടുക്കുക നമുക്കറിയാം. സോ അതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു ട്രെയിലറിൽ തന്നെ കാണാനുണ്ടായിരുന്നു സൂപ്പർമാൻ്റെ. സോ കുറച്ച് പ്രതീക്ഷയുള്ള ഒന്നാണ് DCയുടെ സൂപ്പർമാനും. ദെൻ മിക്കി 70 എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങുന്നുണ്ട്. മാർച്ചിലാണ് ഈ പടം ഇറങ്ങുന്നത്. നമ്മുടെ ബോൺ ജൂഫ് സംവിധാനം ചെയ്ത സിനിമയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൻ്റെ ട്രെയിലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കണ്ടില്ലാത്തതുകൊണ്ടും കണ്ടുപോക്കുക. ദെൻ MI ഫൈനൽ റെക്കണിങ്, മിഷൻ ഇമ്പോസിബിളിലെ അവസാനത്തെ പടം. അതും ഒരു എൻഡ് ഓഫ് എൻ അറയാണെന്ന് പറയാം. ഇപ്പോൾ എങ്ങനെയാണോ വിജയ് പടം നിർത്തുന്നത് അതുപോലെ തന്നെ മിഷൻ ഇമ്പോസിബിൾ പടത്തിൻ്റെ അവസാനത്തെ പടം എന്ന് പറയുമ്പോൾ തന്നെ ടോം ക്രൂസിൻ്റെ ഒരു കരിയർ നിൽക്കുന്ന പോലെയാണെന്ന് പറയാം. കാരണം മൂപ്പര് ഇനി എപ്പോഴായാലും അടുത്തൊരു മിഷൻ ഇമ്പോസിബിൾ പടം കൊണ്ട് വരുന്ന നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്രയും കാലം. ഇതിലങ്ങനെയല്ല, തീർക്കുകയാണ്. സോ ഇതിലെന്താണ് മൂപ്പര് ഇതുവരെ ചെയ്യാത്ത എല്ലാം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടത്. കണ്ടറിയാം. ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പടമാണ് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ്. ദെൻ കരാട്ടെ കിഡ് ലെജൻസ് ഉണ്ട്. ഇത് നമ്മുടെ കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിലെ അടുത്ത പടമാണ്. നമ്മുടെ കോബ്രക്കായിട്ട് ടൈപ്പ് ഉണ്ട്. മെയ് 30 ഈ ഒരു പടം ഇറക്കുന്നത്. ദെൻ ബെല്ലറിന ഉണ്ട്. നമ്മുടെ ജോൺ വിക്കിന് സ്പിൻ ഓഫ് ആയിട്ട് ഇറക്കുന്ന പടം. നമ്മുടെ അനാഡി ആർംസാണ് ഇതിൽ പ്രധാന വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ ട്രെയിലറൊക്കെ ഓൾറെഡി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ കുറേ മിക്സ്ഡ് അഭിപ്രായമായിരുന്നു ജോൺ വിക്ക് 4 ഒക്കെ. പക്ഷേ എനിക്ക് പേഴ്സണലി മാരകം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ജോൺ വിക്ക് 4. ഞാൻ കട്ട ഫാനാണ് ആ ഒരു ഫ്രാഞ്ചൈസിൻ്റെ. പ്രത്യേകിച്ച് ആക്ഷൻ സിനിമകളുടെ അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി വേറെ ലെവലാണ്. എന്തൊക്കെ പറഞ്ഞാലും അതിപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. ക്യാരക്ടർ ഇപ്പോൾ 10 നിലയുള്ള കെട്ടിടത്തിൽ താഴെ വീണിട്ടൊന്നും പറ്റിയില്ലേ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ലോജിക്കില്ല എന്നൊക്കെ പറയുന്നവർ കാണണ്ട. ഈ പടം അങ്ങനെയല്ല. ഇത് ആ ഒരു ക്യാരക്ടർ ഡിഫൈനിങ് സെറ്റപ്പാണ്. ആ ഒരു വേൾഡ് എസ്റ്റാബ്ലിഷിങ് പടമാണ്. സോ അതിൻ്റെയൊക്കെ സ്പിൻ ഓഫ് ഒക്കെ പുറത്തിറങ്ങി. സ്പിൻ ഓഫ് ആയിട്ടൊരു സീരീസ് അല്ലെങ്കിൽ പ്രീക്വൽ സീരീസ് കോണ്ടിനെൻ്റ്. സോ ആ ഒരു ഫ്രാഞ്ചൈസിനെ ആ ഒരു വേൾഡിനെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് ബെല്ലറിന. ഗംഭീരമായിരിക്കും എന്നുള്ളത് തീർച്ച. ദെൻ അടുത്തത് 28 years later. നമ്മുടെ 28 ഫ്രാഞ്ചൈസ് തന്നെ ഉണ്ട്. 3ാമത്തെ പടമാണ് ഇത്. 28 years later ഇതിൻ്റെ ട്രെയിലറും ഗംഭീരമായിരുന്നു. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഹോളിവുഡ് സിനിമകളുടെ ഒരു പാറ്റേൺ ഉണ്ട്. നമുക്കറിയാം എങ്ങനെയാണ് ട്രെയിലർ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിനൊക്കെ പൊളിച്ചടുക്കിയിട്ടുള്ളൊരു സാധനം. ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന, നമുക്ക് ഇപ്പോൾ പടം കാണണം എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ട്രെയിലർ കിട്ടിയിട്ട് തന്നെ കുറേ. പണ്ടൊക്കെ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ആ ഒരു ഈ പടം എപ്പോഴെങ്കിലും ഇറങ്ങിയാൽ മതി, പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് തോന്നുന്ന ആ ഒരു ഫീല് കുറേ കാലത്തിന് ശേഷം, ഹോണസ്റ്റ്ലി കുറേ കാലത്തിന് ശേഷം കിട്ടിയൊരു പടമാണ് 28 years later. ജൂൺ 20 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ദെൻ F1 ഉണ്ട്. നമ്മുടെ ബ്രാഡ് പിറ്റ് പ്രധാന വിഷയത്തിൽ നിന്ന് പടം. ജൂൺ 27 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ദെൻ ജുറാസിക് വേൾഡ് റീബർത്ത് ഉണ്ട്. ഒരു ഫ്രാഞ്ചൈസിലെ ഏറ്റവും മോശം സിനിമകളൊന്നായിരുന്നു ഡൊമീനിയൻ. കാരണം പഴയ എല്ലാവരും കൊണ്ടുവന്ന നൊസ്റ്റാൾജിക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ഒക്കെയാണ്. പക്ഷെ പടം കൂറ സാധനമായിരുന്നു. കാർൽ ജോഹാൻസനൊക്കെയാണ് ഇതിൽ പ്രധാന വിഷയം കൈകാര്യം ചെയ്യുന്നത്. സോ എനിക്ക് പേഴ്സണലി ജുറാസിക് വേൾഡിലെ അല്ലെങ്കിൽ ഒരു ജുറാസിക് ഫ്രാഞ്ചൈസിലെ ഏത് സിനിമ വന്നാലും ഫസ്റ്റ് ഷോ പോയിട്ട് കാണണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രാഞ്ചൈസാണ്. ജുറാസിക് പാർക്ക് 1 ആയിരിക്കും ഒരു പക്ഷേ ഞാൻ ലൈഫിൽ ഏറ്റവും അധികം റിപ്പീറ്റ് അടിച്ചിട്ട് കണ്ടിട്ടുള്ള ഹോളിവുഡ് സിനിമകളിലൊന്ന്. ദെൻ സൂപ്പർമാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ ഫാന്റാസ്റ്റിക് ഫോർ കൂടി പറയാൻ വിട്ടു. മാർവലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ്. ഈ ഫാന്റാസ്റ്റിക് ഫോർ ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മുടെ 20th Century Foxൻ്റെ ആയിരുന്നു. നമ്മുടെ ഡെഡ്പൂളും വോൾവറിനൊക്കെ ഉള്ള ആ ഒരു എക്സ്പെൻ ഫ്രാഞ്ചൈസ് പോലെ തന്നെയായിരുന്നു ഫാന്റാസ്റ്റിക് ഫോർ ഫ്രാഞ്ചൈസ്. സോ അതിൻ്റെ കൾമിനേഷനാണ് മാർവലിലേക്കുള്ള വരവാണ്. സോ ഇങ്ങനെ ടൈപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു പടത്തിലേക്കും കാണാൻ പറ്റുക.
കാസ്റ്റ് എൻ്റയർലി ചേഞ്ച് ആണ്. ഓൾറെഡി ഒരു റീബൂട്ട് ഇതിനു മുമ്പ് പുറത്തിറങ്ങിയിരുന്നു, അത് അട്ടർ ഫ്ലോപ്പായിരുന്നു. പക്ഷെ ആദ്യത്തെ പടം ഗംഭീരമായിരുന്നു. മറ്റേ ക്രിസ് ഇവാൻസ് നമ്മുടെ ഹ്യൂമൻ ടോർച്ചൊക്കെ ആയിട്ട് വരുന്ന സാധനം അതിൽ ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഇവർ മറ്റേ ഡെഡ്പൂളിനും വൂൾവറിനിലൊക്കെ. സോ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ പുതിയ കാസ്റ്റ് വെച്ചുള്ള പുതിയ ഫാന്റാസ്റ്റിക് ഫോർ ജൂലൈ 25 പുറത്തിറങ്ങും. നോബഡിയുടെ സെക്കൻഡ് പാർട്ട്, ഇതിൻ്റെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ടീസറോ ട്രെയിലറൊന്നും തന്നെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ സിനിമ ഓഗസ്റ്റ് 15 പുറത്തിറങ്ങുന്നത് പറയുന്നുണ്ട്. സോ നോബഡി 1 ഒരു അൺഎക്സ്പെക്റ്റഡ് ഹിറ്റ് ആയിരുന്നു. ജോൺ വിക്ക് പോലെ കുറേ മിമിക് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറേ സ്ഥലത്തൊക്കെ അതേപോലെ തന്നെ ആണെങ്കിലും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉള്ള നല്ല കാണാൻ നല്ല രസമുള്ള ഒരു കിഡിലിൻ ആക്ഷൻ ആയിരുന്നു ജോൺ നോബഡി. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോബഡി 2 ഓഗസ്റ്റ് 15 പുറത്തിറങ്ങുന്നത്. ദെൻ വാർഫെയർ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. നമ്മുടെ അലക്സ് ഗാർലൻഡ് സംവിധാനം ചെയ്ത സിനിമയാണ്. സിവിൽ വാർ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുവെക്കണം. ഞാൻ ഐമാക്സിൽ കണ്ട പടമാണ്. പേഴ്സണലി ഇതുവരെ ഞാൻ കണ്ട ഐമാക്സ് സിനിമകളിൽ വെച്ച് തന്നെ ഭയങ്കര വൃത്തിയായിട്ട് തോന്നിയ സിനിമകളിൽ ഒന്നാണ്. സിവിൽ വാറിൻ്റെ ഡയറക്ടറായ അലക്സ് ഗാർലൻഡിൻ്റെ അടുത്ത പടമാണ് വാർഫെയർ. ഇങ്ങേർക്ക് പടം എടുക്കാൻ അറിയാം, വൃത്തിക്ക് അറിയാം. ഈ പടത്തിലും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ട്രോണിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട്, ട്രോൺ എയറിസ്. ഗംഭീര ഫ്രാഞ്ചൈസാണ്. കണ്ടിട്ടില്ലാത്തവരും കാണും, നമുക്ക് കണ്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം സ്റ്റാർ മൂവീസിലൊക്കെ സ്ഥിരം കണ്ടിടാറുള്ള ഒരു പടമായിരുന്നു ട്രോൺ. ഒരു 90s കിഡ്സിനൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. സോ ട്രോണിൻ്റെ ഏറ്റവും പുതിയ പടം നമ്മുടെ ജെറഡ് ലെറ്റൊക്കെയാണ് അതിൽ പ്രധാന വിഷയം കൈകാര്യം ചെയ്തത്. സോ അന്നേ ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ വെച്ച് അങ്ങനെ ഒരു വേൾഡിനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്തായിരിക്കും എന്നുള്ളത് ഒരു ആകാംക്ഷയുണ്ട്. സോ ട്രോൺ എയറിസ് ഒക്ടോബർ 10 ആയിരിക്കും പുറത്തിറങ്ങുക. ദെൻ പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങും, പ്രഡേറ്റർ ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ സിനിമ. സോ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ പ്രേ ഗംഭീരമായിരുന്നു. അത് ഐ തിങ്ക് OTT ഇറങ്ങിയ പടമാണ്, ഡയറക്റ്റ് തിയേറ്ററിൽ റിലീസ് ചെയ്യാണ്ട്. നമ്മുടെ ഹുളുവിലോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൊക്കെ ഡയറക്റ്റ് റിലീസ് ചെയ്തൊരു പടമായിരുന്നു. അത് ശരിക്കും തിയേറ്ററിൽ ഇറക്കേണ്ട ഒരു പടമെന്ന് തോന്നി കണ്ടപ്പോൾ. സോ ഒരുപക്ഷെ ഇത് തിയേറ്ററിൽ തന്നെയായിരിക്കും പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ് ഇറങ്ങുക. നവംബർ 7 ഈ ഒരു പടം പുറത്തിറങ്ങുന്നത്. ദെൻ അവതാർ ഫയർ ആൻഡ് ഡാഷ്, ഏറ്റവും പുതിയ അവതാർ 3 എന്ന് പറയാം. അപ്പോൾ അവതാർ 2 അടിപൊളി പടമായിരുന്നെങ്കിലും പക്ഷെ അതിന് മെയിൻ പ്രശ്നം നമ്മൾ ആ സാധനം കണ്ടു, നമ്മൾ പിന്നെ റിപ്പീറ്റായിട്ട് നമുക്ക് ആ ഒരു വേൾഡ് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ആദ്യത്തെ അവതാർ കണ്ടതിൻ്റെ ആ ഒരു പുതുമ നമുക്ക് നഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു അവതാർ 2 എങ്കിൽ. 3 എന്താണെന്ന് നമുക്കറിയില്ല, അതേ സാധനം തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് വരുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ക്യാമറ ഒരു പക്ഷേ ചെയ്ത് വെച്ചിട്ടുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചങ്ങായി ഇത് വിട്ട് പോകില്ല നമുക്കറിയാം. ഇതിൻ്റെ 5 പാർട്ടൊക്കെയാണ് ഓൾറെഡി മൂപ്പർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ വർഷം എത്ര പോയെന്ന് തിരിച്ചാലോചിച്ച് നോക്കണം. ഐ തിങ്ക് 22 22ൻ്റെ അവസാനം എന്തായിരുന്നു അവതാർ കണ്ടത്, 25 എൻ്റെ അമ്മേ, 25ൻ്റെ അവസാനമാണ് അവതാർ 3 ഇറങ്ങാൻ പോകുന്നത്, ഫയർ ആൻഡ് ഡാഷ്, ഡിസംബർ 19. ഇന്നലെ പോയ പോലെ ഉണ്ട് 2-3 വർഷമൊക്കെ. സോ ഇത്രയും സിനിമകളാണ് ഈ വർഷം ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ. മെയിൻലി ഇതല്ലാണ്ട് കുറേ സിനിമകൾ ഞാൻ കട്ട് ചെയ്ത് ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് സിനിമകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ മലയാള പടങ്ങളും തമിഴ് പടങ്ങളൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ വലിയ സിനിമകളാണ്, അത് കുറച്ച് പ്രതീക്ഷ ഉള്ളത്. ദെൻ ചെറിയ അനൗൺസ് ചെയ്യാത്ത പോലെ കുറേ സിനിമകളുണ്ട്. ഒരുപക്ഷെ പെട്ടെന്ന് അനൗൺസ് ചെയ്ത് ഒന്നും അറിയാതെ ഒരു വന്നിട്ടൊരു വൻ സർപ്രൈസ് ഹിറ്റ് തരാൻ പറ്റുന്ന കുറേ സിനിമകളുണ്ട്. ദെൻ മലയാളത്തിലും തമിഴിലൊക്കെ ആയിട്ട് ഈ പറയുന്ന ചെറിയ കുറേ സിനിമകൾ, ചെറിയ വലിയ കാസ്റ്റൊന്നും ഇല്ലാത്ത എന്നാൽ പുതിയ ഡയറക്ടറിനൊക്കെ വെച്ചിട്ട് ഗംഭീര ഔട്ട്പുട്ട് തരുന്ന കുറേ സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ വർഷമൊക്കെ തന്നെ. അതേപോലത്തെ കുറേ സിനിമകൾക്ക് ഈ വർഷം ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയിൽ നിന്ന് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് സീരീസിൻ്റെ കാര്യം നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ സിനിമ സീരീസൊക്കെ അല്ലാണ്ട് ഗെയിമിൽ GTA 6 ഇറങ്ങുന്നൊരു വർഷം കൂടിയാണ് 2025. ആ ഒരു കാര്യം കൂടി വെറുതെ ഒന്ന് പറയണം തോന്നി. ഈ വർഷത്തും ഇങ്ങനത്തെ കുറേ പ്രത്യേകതകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തമിഴിലൊക്കെ നോക്കിയാൽ എല്ലാ ആക്ടേഴ്സിൻ്റെ പടങ്ങളുണ്ട്, മലയാളത്തിൽ അങ്ങനെ പടങ്ങളുണ്ട്. അവതാർ ഇറങ്ങുന്ന വർഷമാണ്. അതേപോലെ തന്നെ GTA 6 ഇറങ്ങുന്ന വർഷം കൂടിയാണ്. ഇനി ഒരു പക്ഷേ ഒരു GTA 7 ഒക്കെ ഇറങ്ങണമെങ്കിൽ 2035 ഉണ്ടാവും. സോ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങളെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയിൽ നിന്ന് കമൻറ്റ് ചെയ്യുക.